400 ആനകളുടെ ഭാരവും 111 മീറ്റർ ഉയരവുമുള്ളൊരു ഭീമൻ റോക്കറ്റിൽ ആദ്യമായിട്ട് മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനിലേക്ക് പോയത് അപ്പോളോ 11-ലല്ല. അപ്പോളോ 11-ന് മുൻപ് തന്നെ അപ്പോളോ 7-ലും 9-ലും ഒക്കെ ആയിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്. എന്നാൽ അവർ ചന്ദ്രനിൽ കാല് കുത്താത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം. കേവലം ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത് അവിടെ കാല് കുത്തി എന്നതൊഴിച്ചാൽ സത്യത്തിൽ ചന്ദ്രനിലേക്ക് പോയ ചരിത്രം അധികം എഴുതാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. 1961-ൽ ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ സുപ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ പുറത്താണ് 1969-ൽ മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അമേരിക്കയുടെ നാസ വളർന്നതും സോവിയറ്റ് യൂണിയൻ ഉയർത്തിയ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ലോകത്തെ ബഹിരാകാശ ശക്തിയിൽ തങ്ങളാണ് ശക്തരെന്നുള്ളൊരു ചരിത്രം കുറിക്കുകയും ചെയ്തു. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ഫൂട്ടേജുകളും ഒക്കെ തന്നെ വ്യാപകമായിട്ട് ലഭ്യമാണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തിനിടയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും. ചരിത്രത്തിലേക്ക് വെറുതെ കടന്നു ചെന്നിട്ട് കാര്യമില്ലെങ്കിലും എന്തുകൊണ്ടാണ് അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിലിറക്കാനായിട്ട് മുതിർന്നത് എന്നുള്ള ചോദ്യത്തിന് നമ്മളല്പം ചരിത്രം പറഞ്ഞേ മതിയാവും. കാരണം ഓപ്പോസിറ്റ് ഒരു ശത്രു ഉണ്ടെങ്കിലേ ആ ശത്രുവിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെങ്കിലും തരത്തിൽ പൊള്ളയാണെങ്കിൽ ശത്രുവായിട്ട് കണക്കാക്കുന്ന രാജ്യത്തിനോ വിഭാഗത്തിനോ അത് ചൂണ്ടിക്കാണിക്കാനും കഴിയും. സ്വാഭാവികമായിട്ടും അത്തരം വെല്ലുവിളികളിലൂടെയാണ് 20-ാം നൂറ്റാണ്ടിന് ശേഷം പ്രത്യേകിച്ച് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും കഴിഞ്ഞിട്ട് ലോകത്തിൻ്റെ ഒരു സ്വഭാവം മാറിമറിഞ്ഞത്. നമ്മൾ ഇന്ന് കാണുന്ന പല കണ്ടെത്തലുകൾക്കും പിന്നിൽ അത്തരത്തിൽ രണ്ട് വലിയ ശക്തികൾ നടത്തിയ ശീതയുദ്ധത്തിൻ്റെ പറയേണ്ട കഥകളുണ്ട്. എന്തായാലും സോവിയറ്റ് യൂണിയനും അമേരിക്കയും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നടത്തിയ ചേർന്നുള്ള പ്രവർത്തനം തന്നെയാണ് ഒരു തരത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തെ അവസാനിപ്പിച്ചതും അമേരിക്ക ഉൾപ്പെടെയുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിജയിച്ചു വന്ന് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒക്കെ തോറ്റതും. എന്തായാലും അതിനുശേഷം വരുന്ന പ്രശ്നം ഒരേ സഖ്യത്തിലെ വലിയ ശക്തികൾ തമ്മിൽ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരത്തിലേക്ക് പോയി. സത്യത്തിൽ അമേരിക്ക സോവിയറ്റ് യൂണിയനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താണ് വെച്ചിരുന്നത്. അതായത് അമേരിക്ക വിചാരിച്ചില്ല സോവിയറ്റ് യൂണിയൻ ഒരു വളരെ ശക്തിയായി വരുന്ന ഒരു രാജ്യമാണെന്നോ കമ്മ്യൂണിസത്തിന് ലോകത്തെ ഭരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ആശയമായി മാറാൻ കഴിയുമെന്നോ അമേരിക്കയുടെ മുതലാളിത്ത ജനാധിപത്യ വ്യവസ്ഥ വിശ്വസിച്ചിരുന്നില്ല. ഒരു ദരിദ്ര രാജ്യം എന്ന് പുറമേ തോന്നിയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നടന്ന പ്രവർത്തനങ്ങൾ സത്യത്തിൽ സാങ്കേതികപരമായി ഒരുപാട് കണ്ടെത്തലുകൾ നടത്താൻ സഹായിക്കുന്നതായിരുന്നതുകൊണ്ട് ലോകത്തിൽ ആദ്യമായി ഒരു പേടകത്തെ ബഹിരാകാശത്ത് എത്തിക്കുകയും അത് അമേരിക്കയ്ക്ക് മുകളിലൂടെ ഒരു ബീപ് ബീപ് ശബ്ദം പുറത്തു വിട്ടുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അമേരിക്കക്കാർക്ക് കലി വരികയും ചെയ്തു. അമേരിക്കയ്ക്ക് മുകളിലൂടെ മാത്രമല്ല ഭൂമിയുടെ മുകളിൽ ചുറ്റുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമായിരുന്നു സ്പുട്നിക് 1 എന്ന് പറയുന്നത്. അതിൽ കേവലം ഒരു ചെറിയ റേഡിയോ ബീപ് ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അമേരിക്കയ്ക്ക് പോലും പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ആകാശത്ത് കൂടി പാസ് ചെയ്തു പോയപ്പോൾ അമേരിക്കയ്ക്ക് അതൊരു അഭിമാന പ്രശ്നമായി മാറി. ഇത്തരത്തിൽ തങ്ങളുടെ മുകളിലൂടെ ഒരു ഉപഗ്രഹത്തെ വിടാൻ കഴിയുമെങ്കിൽ സോവിയറ്റ് യൂണിയന് ഒരു ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയിൽ എവിടെയും വിക്ഷേപിക്കാൻ കഴിയുമെന്നവർ തിരിച്ചറിയുകയും ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് 1958-കളിൽ നാസ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി ബഹിരാകാശ ഗവേഷണത്തിൽ മുഴുകുകയും ചെയ്തു. അതിനു മുൻപ് അവർക്ക് ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഉണ്ടായിരുന്നു, അതിനെ നാസയായിട്ട് അപ്ഗ്രേഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ വാൻഗോഗ് പരാജയപ്പെടുന്നു, പിന്നെ എക്സ്പ്ലോറർ അയക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് സ്പുട്നിക് അയച്ചു, അപ്പോൾ ആദ്യത്തെ ഉപഗ്രഹം എത്തിച്ചു. പിന്നെ ലൈക്ക അല്ലെങ്കിൽ കുട്രിയാവ്ക എന്ന് പറയുന്ന ഒരു തെരുവ് നായയെ ബഹിരാകാശത്തേക്ക് എത്തിച്ചു. അവിടെ ആദ്യത്തെ ജീവിയെ ബഹിരാകാശത്ത് എത്തിച്ച ഒരു നേട്ടവും നേടിയെടുത്തു. അതിനുശേഷം യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയി സുരക്ഷിതമായി തിരിച്ചു വന്നു. അപ്പോൾ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചു എന്നുള്ള നേട്ടവും കൈവരിച്ചു. പിന്നെ ഒരു സ്ത്രീയെ ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ട് അടുത്ത വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ അമേരിക്കയ്ക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ചന്ദ്രനിലേക്കൊക്കെ സോവിയറ്റ് യൂണിയനും അമേരിക്കയൊക്കെ പേടനം വിട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യനെ ചന്ദ്രനിലേക്ക് വിടുക എന്നുള്ള ഒരൊറ്റ ദൗത്യമാണ് ഇനി ബാക്കിയുള്ളത്. അതും കൂടി സോവിയറ്റ് യൂണിയൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നെ ബഹിരാകാശത്തെ അപ്രമാദിത്വം നിലനിർത്താനും അതിലൂടെ ശീതയുദ്ധത്തിൻ്റെ ആ ഒരു മറവിൽ നടക്കുന്ന ഏറ്റവും ശക്തനായ രാജ്യമേത് എന്നുള്ള ചോദ്യത്തിൽ തങ്ങളാണ് ശക്തിയുള്ള രാജ്യം എന്ന് തെളിയിക്കാനും കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മനുഷ്യനെ ചന്ദ്രനിലിറക്കിയാൽ മാത്രമേ സോവിയറ്റ് യൂണിയനെ ശീതയുദ്ധത്തിലും കുറച്ചുകൂടെ സ്പെസിഫിക്കായി പറഞ്ഞാൽ ബഹിരാകാശ യുദ്ധത്തിലും തോൽപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലായി. ആ ഒരു വെല്ലുവിളിയാണ് സർവ്വ ചെലവുകളും ബജറ്റുകളൊക്കെ വെട്ടിക്കുറച്ച് എല്ലാം ബഹിരാകാശ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അമേരിക്കക്കാരെ പ്രത്യേകിച്ച് പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്ത് ഇത് വേണം, ഇത് അഭിമാന പ്രശ്നമാണെന്നൊക്കെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് പ്രതിപക്ഷത്തെ വരെ കയ്യിലെടുത്തുകൊണ്ട് ബഹിരാകാശത്തേക്ക് അമേരിക്ക തിരിഞ്ഞത്. ഇതായിരുന്നു മനുഷ്യനെ ചന്ദ്രനിലിറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ആർത്തമിസ് എന്നൊക്കെ പറയുന്ന പോലെ ചന്ദ്രനിൽ പോകാം, ചന്ദ്രനിൽ കോളനി കെട്ടാം, വർഷങ്ങളോളം അവിടെ താമസിക്കാം, എപ്പോൾ വേണമെങ്കിലും ചന്ദ്രനിൽ പോകാം എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും തുടങ്ങിയ ഒന്നല്ല അമേരിക്കയുടെ ചന്ദ്രയാത്ര. പകരം ചന്ദ്രനിൽ നിന്ന് പോവുക, അവിടെ മനുഷ്യനെ ഇറക്കുക, എന്നിട്ട് 3-4 തവണ ഇറക്കി നമ്മൾ ഒരു തവണ അബദ്ധത്തിൽ പോയതല്ല, എപ്പോഴും നമുക്ക് പോകാൻ പറ്റും എന്ന് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ ശീതയുദ്ധത്തിൽ ബഹിരാകാശം കേന്ദ്രീകരിച്ചുള്ള മത്സരത്തിൽ തങ്ങൾ ഒന്നാമതെത്തും എന്ന ചിന്ത മാത്രമാണ് 1961 മുതൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് വേണ്ടി വരുന്ന ഒന്നാമത്തെ ഘടകം റോക്കറ്റായിരുന്നു. ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷേ ഒന്നാമത്തെ ഘടകം
റോക്കറ്റായിരുന്നു. ഒരു റോക്കറ്റ് എന്ന് പറയുമ്പോൾ സിംപ്ലി നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാം. കാര്യം തുരുതുര റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട്. ചൈനയും സ്പേസ് എക്സും ഒക്കെ വൻതോതിൽ വിടുന്നുണ്ട്, ഇന്ത്യയും ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ട്. റോക്കറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവിനെ ഭൂമിക്ക് പുറത്തെത്തിക്കാനുള്ള ഒരു കാരിയർ മാത്രമാണ്. അതിന്റെ സഹായത്തോടു കൂടി ഇത്രയും ഗുരുത്വാകർഷണ ബലമുള്ള ഭൂമിയിൽ നിന്നും വസ്തുക്കളെ ഭൂമിക്ക് പുറത്തെത്തിക്കണം. പക്ഷേ ഇത്തരത്തിൽ വസ്തുക്കളെ പുറത്തെത്തിക്കണമെങ്കിൽ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് എന്തെങ്കിലും പുറത്തേക്ക് വിടുമ്പോൾ ഓപ്പോസിറ്റ് ദിശയിലേക്ക് വസ്തു സഞ്ചരിക്കും. അല്ലെങ്കിൽ ബലൂണിൽ കാറ്റഴിച്ച് വിടുമ്പോൾ ബലൂൺ ഓപ്പോസിറ്റ് ദിശയിൽ പറക്കും. അതുപോലെ റോക്കറ്റ് ജ്വലിച്ച് അതിനകത്തുള്ള ഇന്ധനം പുറത്തേക്ക് വരുമ്പോൾ റോക്കറ്റ് മുകളിലേക്ക് പോവുകയും ക്രമേണ ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി ഭൂമിയെ ചുറ്റി പിന്നെ പതുക്കെ ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് സിംപ്ലി റോക്കറ്റ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ കുറേ ഘട്ടമാണ് മെയിൻ റോക്കറ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ തന്നെ ഈ പോകുന്ന പേടകത്തിലിരിക്കുന്ന റോക്കറ്റുകളായിരിക്കും സഹായിക്കുക. റോക്കറ്റുകൾക്ക് കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ ബഹിരാകാശത്ത് എത്തിക്കണമെങ്കിൽ അത്രയും ഭാരമുള്ള വസ്തുക്കളെ വഹിക്കാൻ കഴിയുന്ന വലിയ റോക്കറ്റുകൾ വേണം. റോക്കറ്റിന്റെ വലിപ്പം കൂടുമ്പോൾ അതിനനുസരിച്ച് ഇന്ധനം വേണം. ഇന്ധനത്തിന്റെ അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് ഭാരം കൂടും. അങ്ങനെ ഒരു വളരെയധികം നമ്മൾ ഇന്ധനം കൂട്ടിയാൽ ഭാരം കൂടും, പിന്നെ വീണ്ടും ഇന്ധനം വേണം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് റോക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ട് മെനഞ്ഞെടുത്തൊരു റോക്കറ്റായിരുന്നു 1967 പരീക്ഷിച്ച സാറ്റേൺ 5. 111 മീറ്റർ വലിപ്പമുള്ള ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റുകളിൽ ഒന്നായി നിലനിൽക്കുന്ന സാറ്റേൺ 5 മനുഷ്യനെയും കൊണ്ടുപോകാൻ കഴിയുന്ന സർവീസ് മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും അടങ്ങിയ ഭാഗം, ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ലൂണാർ മൊഡ്യൂൾ അല്ലെങ്കിൽ ഈഗിൾ എന്നിവയൊക്കെ അടങ്ങിയ വളരെ ഭാരം കൂടിയ വസ്തുക്കളെ ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ റോക്കറ്റ് പൊട്ടിത്തെറിക്കുകയാണ് എങ്കിൽ മനുഷ്യന്റെ ജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ ഓട്ടോണമസ് ആയിട്ട് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ഭാഗം എസ്കേപ്പ് ആകുന്ന എസ്കേപ്പ് മൊഡ്യൂൾ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഭാഗമായിട്ടാണ് നമ്മൾ സാറ്റേൺ 5 ഇപ്പോഴും കാണുന്നത്. ഈ സാറ്റേൺ 5 സഹായത്തോടു കൂടിയാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത്. നിങ്ങൾ കേൾക്കുന്നത് അപ്പോളോ 11 മുതൽ 17 വരെയുള്ള മിഷനുകളിലായിട്ട് 12 പേർ ചന്ദ്രനിൽ ഇറങ്ങുകയും ടോട്ടൽ 18 പേര് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. കാര്യം 2 പേർ ഇറങ്ങുമ്പോൾ ഒരാൾ കമാൻഡ് മൊഡ്യൂളിൽ ഇരിക്കണമല്ലോ. പക്ഷേ അപ്പോളോ 1 മുതൽ അപ്പോളോ 17 വരെയുള്ള കഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ശ്രമം നടത്തിയ അപ്പോളോ 1 3 പേരാണ് അതിനകത്തിരുന്ന് മരിച്ചത്, പേടകത്തിനകത്തിരുന്ന് മരിച്ചത്. അതുപോലെ തന്നെ അപ്പോളോ 11 പോയി മനുഷ്യനെ ചന്ദ്രനിലിറക്കി തിരിച്ചു വന്നു. അപ്പോളോ 12 പോയി മനുഷ്യനെ ചന്ദ്രനിലിറക്കി തിരിച്ചു വന്നു. അപ്പോളോ 13 ചന്ദ്രനിലേക്ക് പോകുന്ന സമയത്ത് ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ച് അതിലുള്ള ആളുകൾക്ക് അപകടം പറ്റിയില്ല എങ്കിലും ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിയാതെ തിരിച്ചു വന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതായത് ചന്ദ്രയാത്രയിൽ മനുഷ്യനുമായി പോയ സമയത്ത് ഒന്നിലധികം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചന്ദ്രനിലേക്ക് പോകുന്ന സമയത്തുണ്ടായ അപകടത്തെക്കുറിച്ച് പറയുന്ന അപ്പോളോ 13 എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയുണ്ട്. ഇത്രയും ഉദ്വേഗജനകമായ സംഭവങ്ങളുടെ വിഷ്വൽസും വീഡിയോ ക്ലിപ്പുകളും അതിൻ്റെ ഡാറ്റയും ഒക്കെ തന്നെ ഇപ്പോഴും നമുക്ക് ആർക്കൈവുകളിൽ ലഭ്യമാണ്. അതായത് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു കാര്യമല്ല. അതിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്, തകരാറുകൾ ഉണ്ടായി, പലരും ഞെട്ടിപ്പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനിലേക്ക് പോയത് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളടങ്ങിയ ഒരു സംവിധാനമാണ്. സർവീസ് മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും അടങ്ങിയ ഒരു സംവിധാനം, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈഗിൾ അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യുന്ന ലൂണാർ മൊഡ്യൂൾ. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവാം, റോക്കറ്റ് മാത്രം പോരല്ലോ, എന്തിൽ ചന്ദ്രനിലേക്ക് പോകും? റോക്കറ്റിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഭൂമിയുടെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ചന്ദ്രനിലേക്ക് പോവുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ചന്ദ്രനിലേക്ക് പോകാനായിട്ട് ആ റോക്കറ്റിന്റെ ടിപ്പ് ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നത്. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആ റോക്കറ്റ് ഭൂമിക്ക് പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ടിപ്പ് ഭാഗത്തുള്ള 3 പാർട്ട് വേർപെടും. അതിൽ കമാൻഡ് മൊഡ്യൂളുണ്ട്, സർവീസ് മൊഡ്യൂളുണ്ട്, അതുപോലെ തന്നെ ലൂണാർ ലാൻഡർ ഉണ്ട്. ലൂണാർ ലാൻഡർ നമ്മൾ ഭൂമിയുടെ വെളിയിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ആ ഒരു അറ്റാച്ച്മെന്റ് മാറ്റി, അതായത് അതെങ്ങനെയാണോ സർവീസ് മൊഡ്യൂളിലും കമാൻഡ് മൊഡ്യൂളിലും ഇരിക്കുന്നത് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് തിരിച്ച് ഡോക്ക് ചെയ്യും. സർവീസ് മൊഡ്യൂളിൽ നിന്നും കമാൻഡ് മൊഡ്യൂളിൽ നിന്നും കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തൂടെ മനുഷ്യന് ലൂണാർ ലാൻഡറിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ ഡോക്ക് ചെയ്യാനാണ് അങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത്. സർവീസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു പേടകമാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് റോക്കറ്റ് ത്രസ്റ്ററും മറ്റൊരു ഭാഗത്ത് കോണിക്കൽ ഷേപ്പിൽ കമാൻഡ് മൊഡ്യൂളും ഉണ്ട്. കമാൻഡ് മൊഡ്യൂളിലാണ് സാധാരണ മനുഷ്യൻ ഇരിക്കുന്നത്. ഈ കമാൻഡ് മൊഡ്യൂളിൽ നിന്നും ലൂണാർ ലാൻഡറിലേക്ക് മനുഷ്യന് യാത്ര ചെയ്യാൻ സാധിക്കും. ഡോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോർ തുറന്ന് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഭൂമിയിൽ നിന്നും പിന്നെ ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുന്നത്. ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി സർവീസ് മൊഡ്യൂളിൻ്റെ ഇന്ധനവും അതിൻ്റെ ത്രസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് സ്പേസിലൂടെ സഞ്ചരിക്കുക. ഇത്രയും മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 ദിവസത്തിലധികം എടുത്തു മനുഷ്യന് ചന്ദ്രനിൽ ആദ്യമായി എത്തിച്ചേരാൻ അപ്പോളോ 11 പോയപ്പോൾ. അതായത് 1969 ജൂലൈ 16 തീയതി പുറപ്പെട്ട അപ്പോളോ 11 എന്ന് പറയുന്ന മിഷൻ 1969 ജൂലൈ 20 തീയതിയാണ് ചന്ദ്രനിൽ എത്തിച്ചേരുന്നത്, ചന്ദ്രന്റെ മുകളിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷം ഇറങ്ങേണ്ട 2 പേർ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും കമാൻഡ് മൊഡ്യൂളിന്റെ ഡോക്കിംഗ് പോർട്ട് തുറന്നതിന് ശേഷം ലൂണാർ ലാൻഡറിനകത്തേക്ക് പ്രവേശിക്കുകയും ലൂണാർ ലാൻഡർ വേർപെട്ട് ചന്ദ്രനിലേക്ക് ഡിസെൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗമായി പോവുകയും ചെയ്തു. അപ്പോൾ ഈ ലൂണാർ ലാൻഡറിന്റെ പേരാണ് ഈഗിൾ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും കഴിഞ്ഞ് മൈക്കിൾ കോളിൻസ് എന്ന് പറയുന്ന കമാൻഡറാണ് കമാൻഡ് മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ചേർന്ന ഭാഗത്തിരുന്നു കൊണ്ട് ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ലൂണാർ ലാൻഡർ ഇറങ്ങുന്നത് കണ്ടത് ആക്ച്വലി മൈക്കിൾ കോളിൻസ് മാത്രമാണ്. അപ്പോൾ മൈക്കിൾ കോളിൻസിന് അന്ന് ഈ പറയുന്ന ലൂണാർ ലാൻഡറും ചന്ദ്രനും പശ്ചാത്തലത്തിൽ ഭൂമിയും കാണാൻ കഴിയുന്ന ചിത്രം, വിഖ്യാതമായ ചിത്രം നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിസെൻഡ് ചെയ്യുന്ന ലൂണാർ മൊഡ്യൂളിന് 2 ഭാഗങ്ങളുണ്ട്.
ഒന്ന് താഴേക്ക് ഇറങ്ങി പതുക്കെ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിസെൻറ്റ് ഭാഗം, അത് കഴിഞ്ഞ് മനുഷ്യനെ വഹിച്ചുകൊണ്ട് തിരിച്ച് ഈ സർവീസ് മൊഡ്യൂളിലും കമാൻഡ് മൊഡ്യൂളിലും എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു അസെൻറ്റ് ഭാഗം. അങ്ങനെ 2 സംവിധാനങ്ങൾ അടങ്ങിയ ഭാഗങ്ങളുമായിട്ടാണ് ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അന്ന് വരെയുള്ള നാസയുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ഏറ്റവും സ്മൂത്തായ പ്രദേശമായ പ്രശാന്തതയുടെ സമുദ്രത്തിലേക്കാണ് അവർ ലാൻഡ് ചെയ്തത്. ലാൻഡിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അന്നത്തെ വീഡിയോ ഇത്രത്തോളം ക്ലാരിറ്റി കുറഞ്ഞതായിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഫോട്ടോയും വീഡിയോയും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം കൃത്രിമമായി മനുഷ്യൻ ഇടപെട്ട് ക്ലാരിറ്റി കൂട്ടിയ കളർഫുള്ളാക്കിയ ചിത്രങ്ങളാണ്. അന്നുള്ള ചിത്രങ്ങൾ ഇത്രയും ക്ലാരിറ്റി ഉള്ളതല്ല. കാര്യം അന്ന് ഫിലിം ക്യാമറ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും കളർഫുള്ളായിട്ടുള്ള വീഡിയോയും ചിത്രങ്ങളും കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. അന്നിങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നതിൻ്റെ വിഷ്വൽസ് നമുക്ക് പകർത്താൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചോദ്യം ഇതാണ്. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യം ഇറങ്ങിയെങ്കിൽ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്നത് ആര് ഷൂട്ട് ചെയ്തു? ആക്ച്വലി മനുഷ്യനെയും കൊണ്ട് ലൂണാർ ലാൻഡർ ചന്ദ്രൻ്റെ പ്രശാന്തതയുടെ സമുദ്രത്തിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ലാൻഡറിൻ്റെ സൈഡിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ ഡോർ തുറന്ന് പുറത്തേക്ക് തള്ളി ഈ കോണി വെച്ചിരിക്കുന്ന ഭാഗത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമറയിലാണ് നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്ന വിഷ്വൽ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം ക്യാമറ പിന്നെ ദൂരേക്ക് കൊണ്ടുവച്ചതിന് ശേഷമാണ് അവിടെ ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ, നീൽ ആംസ്ട്രോങ് എഡിൻ ആർഡറിൻ ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നതും. അവിടെയൊക്കെ 2 മണിക്കൂറോളം ചെലവഴിച്ചതിന് ശേഷം അസെൻഡിങ് മൊഡ്യൂൾ, അതായത് ഈ ഇറങ്ങാൻ സഹായിച്ച മൊഡ്യൂളും അതിൻ്റെ ത്രസ്റ്ററും അതിൻ്റെ ഇന്ധന ടാങ്കും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഭാഗത്തിൻ്റെ റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി കുതിച്ചുയർന്ന വിഷ്വൽ അവിടെ സ്ഥാപിച്ച ക്യാമറയുടെ സഹായത്തോടു കൂടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ ചന്ദ്രനിലേക്ക് ശക്തമായിട്ടുള്ള ക്യാമറകളുള്ള ടെലസ്കോപ്പുകളോ സാറ്റലൈറ്റുകളോ ഉപയോഗിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലാൻഡ് ചെയ്ത സ്ഥലത്ത് ബാക്കി വന്ന ഡിസെൻറ്റ് മൊഡ്യൂൾ കാണാൻ സാധിക്കും. ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ അസെൻറ്റ് മൊഡ്യൂളും അതിനുശേഷം ഈ മൈക്കിൾ കോളിൻസ് ഇരിക്കുന്ന സർവീസ് മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും ചേർന്ന ഭാഗവും കൃത്യമായ ടൈമിങ്ങിനനുസരിച്ച് ഡോക്ക് ചെയ്യുന്നു. ഭൂമിയിൽ നിന്ന് കുതിച്ചുയരാൻ വേണ്ടിയാണ് ഇത്രയും ശക്തമായ റോക്കറ്റ് ആവശ്യം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് കുതിച്ചുയരാൻ അത്രത്തോളം ശക്തമായ റോക്കറ്റ് ആവശ്യമില്ല. 1 ഗ്രാവിറ്റി കുറവാണ്, 2 അന്തരീക്ഷവായു തടയുന്നില്ല. അങ്ങനെയാണ് അവർ കുതിച്ചുയർന്ന് തിരിച്ച് സർവീസ് മൊഡ്യൂളിലും കമാൻഡ് മൊഡ്യൂളിലും വരുന്നത്. കോണിക്കൽ ഷേപ്പിലുള്ള കമാൻഡ് മൊഡ്യൂളിനകത്താണ് ഇവർ 3 പേരും തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഭൂമിയിൽ എത്തിച്ചേരുന്നത് വരെ സർവീസ് മൊഡ്യൂൾ കൂടെ ഉണ്ടാവുകയും അതിൻ്റെ ഇന്ധനവും ത്രസ്റ്ററും ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭൂമിയിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. തിരിച്ചു വരാൻ ഏകദേശം 2 ദിവസത്തിലധികം എടുക്കുകയും കാലാവസ്ഥ മോശമായിരുന്നത് കൊണ്ട് തന്നെ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് 250 മൈൽ അകലെ മാറി ഇവർ സുരക്ഷിതമായി കടലിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഭൂമിയിലേക്ക് വന്നിട്ട് ഇവർ കുറച്ച് നാൾ ഒബ്സർവേഷൻ വെച്ചിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷൻ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നുവോ എന്നറിയാൻ. സത്യത്തിൽ നമ്മൾ നോക്കിയാൽ അപ്പോളോ 11, 12, 13 സ്കിപ്പായി, 14, 15, 16 ഇതെല്ലാം ഒരു എക്സാക്റ്റ് കോപ്പി വെർഷൻ ആയിരുന്നു. സാറ്റേൺ 5 റോക്കറ്റ് നോക്കിയാലും പോകുന്ന പേടകങ്ങൾ നോക്കിയാലും അവിടെ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നോക്കിയാലും തിരിച്ചു വരുന്ന മെത്തേഡ് നോക്കിയാലും അപ്പോളോ 11 സക്സസ് ആയിരുന്നു. ഈ ഒരു സക്സസ് അബദ്ധമല്ല എന്ന് തെളിയിക്കാൻ അപ്പോളോ 12 നടപ്പിലാക്കി. അപ്പോളോ 13 ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചെങ്കിലും അപ്പോളോ 14, 15, 16, 17 ഇതെല്ലാം തന്നെ ഒരേ പാറ്റേണിൽ പോവുകയും വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഓരോ തവണ കഴിയും തോറും ഇവരുടെ ഒബ്ജക്റ്റീവുകൾ മാറി. ആദ്യം അവിടെ ചെന്ന് ഇറങ്ങി അത്യാവശ്യം ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ പിന്നീട് സാമ്പിൾ കളക്ഷനും കാർ ഓടിക്കാനും കൂടുതൽ ദൂരം സഞ്ചരിക്കാനും 36 കിലോമീറ്ററിലധികം ദൂരേക്ക് പോകാനും അവിടെ നിന്ന് വളരെ എണ്ണമറ്റ കിലോഗ്രാം ഭാരമുള്ള പാറക്കഷ്ണങ്ങളും കല്ലുകളും കൊണ്ടുവരാനും പല ഇൻസ്ട്രുമെൻറ്റുകൾ സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് നേരം ചെലവഴിക്കാനും പോയിട്ട് സുരക്ഷിതമായി തിരിച്ചു വരാനും കഴിയുമെന്നുള്ള കോൺഫിഡൻസ് നാസയ്ക്കും അവിടുത്തെ ഗവേഷകർക്കും ഉണ്ടായതുകൊണ്ടാണ് അത് 17 വരെ നീണ്ടത്. നിങ്ങളിപ്പോഴും അമേരിക്കയിലെ പല മ്യൂസിയങ്ങളിലും പോയി നോക്കിയാൽ സത്യത്തിൽ 18ഉം 19, അതായത് അപ്പോളോ 18ഉം അപ്പോളോ 19 വിക്ഷേപിക്കാൻ ആവശ്യമായിട്ടുണ്ടായിരുന്ന ഈഗിളും സർവീസ് മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും എല്ലാം സത്യത്തിൽ ബാക്കപ്പ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 17 നിർത്തിയില്ലായിരുന്നുവെങ്കിൽ 18 അപ്പോളോ 18ഉം അപ്പോളോ 19 ചന്ദ്രനിലേക്ക് പോവുകയും മനുഷ്യനെ ഇറക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനുള്ള ക്യാപ്പബിലിറ്റി സത്യത്തിൽ നാസയ്ക്കുണ്ടായിരുന്നു. അതൊരു അബദ്ധമൊന്നുമല്ല, അല്ലെങ്കിൽ അത് ഒരു വാശിയുടെ പുറത്ത് ചെയ്തതാണെങ്കിലും ഏറെക്കുറെ സക്സസ് ആയിട്ടുള്ളൊരു മിഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഏറ്റവും വലിയ ചിരവൈരികളായ സോവിയറ്റ് യൂണിയൻ, അന്ന് അമേരിക്ക എന്ത് ചെയ്താലും അതിൻ്റെ ലൂപ്പ് ഹോളുകളും അതിൻ്റെ പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സോവിയറ്റ് യൂണിയന് പോലും ചന്ദ്രയാത്ര ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ മുന്നോട്ട് വരാൻ പറ്റിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അതങ്ങനെ അല്ല എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യൻ അത്രയും ശക്തമായ റോക്കറ്റിൽ കയറുന്നതും സ്പേസിലേക്ക് പോകുന്നതും ഇത്രയും ദൂരം സഞ്ചരിക്കുന്നതും അവിടെ നിന്നുള്ള ലൈവ് ടെലികാസ്റ്റ് ഭൂമിയിലുള്ള TV-യിലൂടെ ആളുകൾക്ക് കാണാൻ കഴിയുന്നതും ഒക്കെ തന്നെ സത്യത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണെന്ന് തെളിയിച്ചു. അന്ന് ലൈവ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ പോലെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലൈവ് അല്ല. കാരണം ഈ അപ്പോളോ ലാൻഡിങ്ങിൻ്റെ വിഷ്വലുകളും മറ്റും ഭൂമിയിലേക്ക് അയക്കുകയും അന്നുണ്ടായിരുന്ന ചെറിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്കും പബ്ലിക് ഷോകളിലും ഇത് അവതരിപ്പിക്കുകയും ചെയ്ത സംവിധാനം ഉണ്ടായിരുന്നു. ലൈവ് ടെലികാസ്റ്റ് അന്ന് പോസിബിൾ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മാത്രമല്ല ഈ ഒരു മിഷൻ്റെ ചെലവെന്ന് പറയുന്നത് സഹിക്കാവുന്നതിലും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതിൻ്റെ ഗ്രാഫാണ് നിങ്ങളീ കാണുന്നത്. അമേരിക്ക അന്ന് അവരുടെ ബഡ്ജറ്റിൻ്റെ വലിയൊരു ഭാഗം ബഹിരാകാശ ഗവേഷണത്തിന് മാറ്റിവെച്ചതിലൂടെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ടാക്സ് പേയേഴ്സിൻ്റെ മണി ബഹിരാകാശത്ത് ചെലവാക്കി കളയുന്നു എന്നുള്ളൊരു ആരോപണം 1972 ഉയർന്നു വരികയും അപ്പോളോ പോലെയുള്ളൊരു ചന്ദ്രയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ റീസൺ അമേരിക്ക
അമേരിക്കയ്ക്ക് ഇല്ലാതാവുകയും ചെയ്യും. അതായത് സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയനെ തോൽപ്പിച്ചു എന്ന് മനസ്സിലായതോടുകൂടി അപ്പോളോ ദൗത്യങ്ങളിലൂടെ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്നത് അമേരിക്ക നിർത്തി. ഇവിടെ സോവിയറ്റ് യൂണിയൻ ഒരിക്കലും വെറുതെ ഇരുന്നില്ല. ആക്ച്വലി സോവിയറ്റ് യൂണിയനും മനുഷ്യനെ ചന്ദ്രനിലിറക്കാനുള്ള എല്ലാം നിർമ്മിച്ചിരുന്നു. ഇറങ്ങേണ്ടിയിരുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ്, അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ലൂണർ ലാൻഡർ, സർവീസ് മൊഡ്യൂൾ, കമാൻഡ് മൊഡ്യൂൾ, അങ്ങനെ എല്ലാം സത്യത്തിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചു. അതിൻ്റെ യഥാർത്ഥ പതിപ്പ്, ചന്ദ്രനിൽ പോകാനിരുന്ന അത്തരം പേടകങ്ങളുടെ യഥാർത്ഥ പതിപ്പ് ഇപ്പോൾ നമ്മൾ റഷ്യയിലെയും അനുബന്ധ രാജ്യങ്ങളുടെയും മ്യൂസിയത്തിൽ പോയാൽ കാണാൻ കഴിയും. സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടത് ഒരൊറ്റ കാര്യത്തിലാണ്. അതായത് സാറ്റേൺ 5 പോലെ അമേരിക്ക ഉണ്ടാക്കിയ തരത്തിലുള്ള ശക്തമായൊരു റോക്കറ്റ് അവർ ഉണ്ടാക്കിയെങ്കിലും അതിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. വലിയ ഭീമാകാരനായ സാറ്റേൺ 5 വലിയ പടുകൂറ്റൻ റോക്കറ്റിനെ അവിടുത്തെ കോറലോവ് എന്ന് പറയുന്ന ഒരു ഗവേഷകൻ നിർമ്മിച്ച് പരീക്ഷിച്ചിരുന്നു. പക്ഷേ പലതും പരാജയമായിരുന്നു. പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അത് പിന്തുടരുവാനോ അതുപോലൊരു റോക്കറ്റ് ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിപ്പിക്കുവാനോ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞില്ല. ടെക്നിക്കലി അമേരിക്കയും സോവിയറ്റ് യൂണിയനും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കേണ്ടതായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന് അത് സാധിക്കാൻ കഴിയാത്തതിന് കാരണം റോക്കറ്റ് ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളിയായിരുന്നു. അത്രയും ഭാരമേറിയ വസ്തുവിനെ ഭൂമിക്ക് പുറത്തെത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോക്കറ്റ് കണ്ടെത്താൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യനെ ചന്ദ്രനിലിറക്കി ഇപ്പുറത്ത് സോവിയറ്റ് യൂണിയനും അപ്പുറത്ത് അമേരിക്കയും പിന്നെയും മത്സരം നടത്തുമായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയന് മുന്നിൽ അപ്രമാദിത്വം തെളിയിച്ചു കഴിഞ്ഞു. പൊളിറ്റിക്കൽ റീസൺ ഇല്ലാതായി. വളരെ ശക്തമായ ചെലവ് മൂലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നു. പിന്നെ അന്ന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങളെല്ലാം അപ്പോളോ 17 വരെയുള്ള യാത്രികർ ചെയ്തു. അന്ന് നല്ലൊരു കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടായിരുന്നില്ല. പാറ എടുത്തുകൊണ്ട് വരിക, ഉപകരണങ്ങൾ സ്ഥാപിക്കുക, അവിടെ റൈഡ് നടത്തുക, അങ്ങനെ എല്ലാം ചെയ്തു. ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. വെറുതെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ പോയിട്ട് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും മടുത്തു. അത് തന്നെയാണ് മറ്റൊരു റീസൺ. ഏകദേശം 40,000-ലധികം ആളുകളാണ് അപ്പോളോ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ചെറുതും വലുതുമായി ഇതിൽ ഇടപെട്ടവരും ഇതിൻ്റെ പല വിഷയങ്ങളും നേരിട്ട് കണ്ടവരും ഇതിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത ആളുകളും ഒക്കെ ഉണ്ടായിട്ടും അവരാരും പറഞ്ഞിട്ടില്ല മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയത് ഫേക്കാണ്. കാരണം തെളിവുള്ളതിനെ എങ്ങനെ എതിർക്കും? അപ്പോൾ ഇതാണ് ചന്ദ്രയാത്രയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ. മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഇനിയൊരു ചന്ദ്രയാത്ര നടത്തുന്നുവെങ്കിൽ അപ്പോളോ സമയത്തുണ്ടായിരുന്ന കോൾഡ് വാറിൻ്റെ സമയത്ത് ഏതെങ്കിലും രാജ്യത്തെ തോൽപ്പിക്കാൻ നടത്തുന്ന ഒരു മത്സരം പോലെയല്ല. അത് അന്താരാഷ്ട്ര സഹകരണത്തോടു കൂടി ദീർഘദൂരമായ കാഴ്ചപ്പാടുകളോടുകൂടി ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ ഒരു സ്പേസ് സ്റ്റേഷൻ പോലെ ഒന്ന് സ്ഥാപിച്ച്, ഒരു ഗേറ്റ് വേ സ്ഥാപിച്ച് നിരന്തരം മനുഷ്യന് പോയിട്ട് വരാൻ കഴിയുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലെ തന്നെ സഹകരണത്തോടു കൂടി എന്നും മനുഷ്യർ പാർക്കുന്ന ചന്ദ്രനിൽ പോകുന്ന, ഗവേഷണം നടത്തുന്ന, സെറ്റിൽമെൻറ്റുകൾ നടത്തുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മിഷൻ്റെ ഉദ്ദേശം. ആ രീതിയിലേക്ക് ലോകം വളർന്നു വരുന്നതേ ഉള്ളൂ. അതിനുള്ള ടെക്നോളജി നമ്മൾ ഉണ്ടാക്കിയതേ ഉള്ളൂ. കേവലം ഒരു യുദ്ധത്തിൻ്റെ പുറത്ത് തട്ടിക്കൂട്ടി മനുഷ്യനെ ഇറക്കി വിജയിപ്പിക്കാനുള്ളൊരു സ്പേസായി അന്ന് ചന്ദ്രനെ കണ്ടതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോളോ മിഷനിലൂടെ അല്ലെങ്കിൽ മനുഷ്യനെ അന്ന് ചന്ദ്രനിൽ ഇറക്കിയതിലൂടെ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. ഒരുപാട് കണ്ടെത്തലുകൾ അതുവഴി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ സമയത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറൻറ്റ് ആംഗിളിൽ നിന്നുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഏകദേശം ഈ വീഡിയോയ്ക്ക് ഒരു 5000 ലൈക്സിലധികം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാനെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഷോർട്സ് ആയിട്ടും ലോങ്ങർ എപ്പിസോഡ്സുമായിട്ട് മൂൺ ലാൻഡിങ്ങിനെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷനുകളും ചോദ്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന വെല്ലുവിളികളും സംഭവങ്ങളും പേപ്പർ കണക്കിന് കോഡ് എഴുതിയ ഒരു മാർഗരറ്റിൻ്റെ കഥയും ഒക്കെ ആയിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് വേണ്ടത് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കുമാണ്. വീഡിയോ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. മൂൺ ലാൻഡിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ എപ്പിസോഡുകൾ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ JR സ്റ്റുഡിയോയിൽ ഉണ്ടായിരിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.